ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EasyDB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് നിങ്ങളെല്ലാവരും തന്നെ വളരെ ചെറിയ പ്രായത്തിലായിരിക്കും നമ്മളെല്ലാം തന്നെ അല്ലേ പറയുന്ന PSCയിലേക്ക് എന്ത് ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്പറൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അതിനൊക്കെ ശേഷം നമ്മൾ ഈ പറയുന്ന സ്വന്തമായിട്ട് മൊബൈൽ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നമ്പർ മാറ്റണമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. പക്ഷേ ചില ആളുകളുണ്ട്, അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ മൊബൈലുകൾ പണ്ടത്തെ നമ്പറൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും കയ്യിൽ ഉണ്ടായെന്ന് വരത്തില്ല ആളുകളുടെ കയ്യിൽ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഈ പറയുന്ന രീതിയിൽ മൊബൈൽ നമ്പറൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ PSCയുടെ മൊബൈൽ നമ്പറൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രൊഫൈലൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് മേഖല ഈ പറയുന്ന രണ്ട് വഴി പറഞ്ഞു തരാം. ഒന്നെന്ന് പറയുന്നില്ലേ, രണ്ട് ടൈപ്പ് ആളുകളെ പറഞ്ഞുതരാം. അതായത് ഒന്നെന്ന് പറയുന്നത് ഇപ്പം മൊബൈൽ നമ്പർ നമുക്കറിയാം അല്ലെങ്കിൽ അച്ഛൻ്റെ അല്ലെ അമ്മയുടെ മൊബൈൽ നമ്പർ അതിലുണ്ട്. ഓക്കെ, അതിപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഈ നമ്പർ മാറ്റാമെന്നുള്ള ആദ്യം പറയാം. രണ്ടാമത്തെ സ്റ്റേജ് എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞുതരാം. ഓക്കെ, രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മൊബൈൽ നമ്പറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ മാറ്റണമെന്ന് നമുക്കറിയില്ല. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ആ രണ്ട് കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ആദ്യം തന്നെ മൊബൈൽ നമ്പർ കയ്യിലുണ്ട്. ഓക്കെ, അത് ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ളവരാണ്. പക്ഷേ എൻ്റെ നമ്പറിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പുതിയ നമ്പറിലേക്ക് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ യൂസർ ID പാസ്വേഡും കൊടുക്കുക. നമ്മുടെ കേരള PSC ലോഗിൻ ചെയ്ത ശേഷം ഈ പറഞ്ഞ രീതിയിൽ യൂസർ ID പാസ്വേഡും കൊടുക്കുക. OTR കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കയറിയിട്ട് ഈ പറയുന്ന OTR രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തുളസി വെബ്സൈറ്റിലേക്ക് എന്ത് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് യൂസർ ID പാസ്വേഡും കൊടുക്കുക. ഇനി പാസ്വേഡ് മറന്നുപോയാലും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മൊബൈൽ നമ്പർ കയ്യിലുണ്ടെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് എടുത്ത് എന്ത് ചെയ്യാം കൊടുത്ത് നമുക്ക് ഈ പറഞ്ഞ പാസ്വേഡ് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ചല്ല, നമ്പർ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ യൂസർ ID കൊടുത്ത് പാസ്വേഡ് കൊടുത്തിട്ട് ക്യാപ്ഷൻ കൊടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ കൊടുക്കാൻ നേരത്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇങ്ങനെ ഒരു എന്താണ് ഒരു ഇൻ്റർഫേസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പറയുന്ന OTP വരുന്ന മൊബൈലിനകത്തോട്ടാണല്ലോ അല്ലേ, അത് അറിയാത്തതുകൊണ്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ മൊബൈലിലേക്ക് മാത്രമല്ല ഇമെയിൽ ID എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ ഒരു OTP വരും എന്നുള്ളതാണ്. ഓക്കെ, ഇമെയിൽ ID OTP വരും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇല്ല, പക്ഷേ നിങ്ങൾ ഈ പറയുന്ന അന്ന് ഉപയോഗിച്ചിരുന്ന അതേ ഇമെയിൽ ID തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഇമെയിൽ ID വരുന്ന എന്താണ് OTP വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് മൊബൈൽ നമ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇമെയിലിൽ എന്ത് ചെയ്യും OTP വരും. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ മൈ പ്രൊഫൈൽ ഉണ്ടല്ലോ, ആ മൈ പ്രൊഫൈലിലേക്ക് ചെല്ലുക. മൈ പ്രൊഫൈലിൽ തന്നെ അതിനുള്ളിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ ആഡ് വ്യൂ ആൻഡ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നുള്ള സംഭവമുണ്ട്. ഓക്കെ, ആഡ് വ്യൂ ആൻഡ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രൊഫൈൽ കറക്ഷൻ ഉണ്ട്. OTP ബേസ്ഡ് കറക്ഷൻ ഓഫ് ലോക്ക്ഡ് പ്രൊഫൈൽ ഡീറ്റെയിൽസ്, കറക്ഷൻ ഹിസ്റ്ററി എന്നീ പറയുന്ന 3 ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയായിട്ട് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID എന്ന് പറയുന്ന ഒരു ഭാഗം താഴോട്ടായിട്ട് നോക്കി വന്നു കഴിഞ്ഞാൽ എന്താണ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID എന്നൊരു ഭാഗം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ മൊബൈൽ നമ്പറും അതേപോലെ ഇമെയിൽ ID അത് ഓൾറെഡി വെരിഫൈഡ് ആണ് കാണിക്കും കേട്ടോ. ഒന്നെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് വെരിഫൈഡ് ആണെങ്കിൽ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കും, പച്ച നിറത്തിൽ കാണിക്കും. ഓക്കെ, അതിനുശേഷം മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ സൈഡിലായിട്ട് ഒരു പച്ച പെൻസിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു പച്ച പെൻസിൽ സൈഡിലായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനകത്ത് നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മൊബൈൽ നമ്പർ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ എന്ത് ചെയ്യാൻ പറ്റും അവിടെ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ താഴെ കാണുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു പച്ച പെൻസിൽ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മൊബൈൽ നമ്പർ മാറ്റാം. ഇതാണ് ഒന്നാമത്തെ വഴി. അതായത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് മൊബൈൽ ഇപ്പോൾ എന്താണ് ഉണ്ട്, കയ്യിൽ നമ്പറുണ്ട്, ഈ പറഞ്ഞ രീതിയിൽ മൊബൈൽ നമ്പർ മാറ്റണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇങ്ങനെ മാറ്റാം. ഓക്കെ, രണ്ടാമത്തെ ഈ പറയുന്ന മൊബൈൽ നമ്പർ കയ്യിലില്ല, അതിൻ്റെ പകരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ എന്താണ് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കയ്യിലില്ല, പക്ഷേ ഈ പറയുന്ന മൊബൈൽ നമ്പർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ ID വരുന്ന ആദ്യത്തെ ഈ OTP ഉണ്ടല്ലോ, ഇമെയിൽ ID വരുന്ന ഈ ഒരു OTP കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലോഗിൻ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കടമയെന്ന് പറഞ്ഞാൽ ലോഗിൻ ചെയ്യണമെന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമെയിൽ ID വരുന്ന എന്താണ് ഇമെയിൽ ID കയ്യിലുണ്ടെങ്കിൽ ഇമെയിൽ ID വരുന്ന ആ ഒരു OTP വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലോഗിൻ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന നമ്പർ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ഒരു വഴി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന മൊബൈൽ നമ്പറേ കയ്യിലില്ല, മൊബൈൽ നമ്പർ ആയിക്കോട്ടെ ഇമെയിൽ ID ഓർമ്മയില്ല. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് ഓർമ്മയില്ല, എങ്ങനെ കയറണമെന്ന് അറിയാൻ വയ്യ, സ്റ്റക്കായിട്ട് ഇരിക്കുന്നവരാണെങ്കിലും
നിങ്ങൾക്കറിയാം PSCയുടെ സൈറ്റിൽ തന്നെ അവർ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വരുന്ന എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ നമ്മുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ ID ഇമെയിൽ ID ഒക്കെ മറന്നുപോയി, അപ്പോൾ അതുകൊണ്ട് തന്നെ OTP വരുന്നത് എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല, അപ്പോൾ അങ്ങനെ സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ജില്ലകളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, PSC ഓഫീസുകളുണ്ട്. ഓക്കെ, PSC ഓഫീസുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതി ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ ഒരുപാട് ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിലുള്ള PSCയുടെ ഓഫീസുകളുടെ വിവരമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കി തന്നെ കാണാൻ വേണ്ടി അഡ്രസ്സ് മൊത്തം കാണാൻ വേണ്ടി പറ്റും. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, അതേപോലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നിവിടങ്ങളിലെ ഡിസ്ട്രിക്ട് ഓഫീസുകളുണ്ട്. ഡിസ്ട്രിക്ട് ഓഫീസുകൾ. അപ്പോൾ ഡിസ്ട്രിക്ട് ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ പറയുന്ന ആധാറും അതേപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ പോകാനെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻ്റ് എല്ലാം എടുത്ത് നോക്കി അവരെല്ലാം നമ്മൾ അത് തന്നെയാണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, നമുക്ക് വേണ്ടിയിട്ടുള്ള ആ കറക്ഷനൊക്കെ അവരെന്ത് ചെയ്യും അവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ജില്ലകളിലായിട്ട് ഈ ഡിസ്ട്രിക്ട് ഓഫീസുകൾ PSCക്ക് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അവർ മാറ്റി തരുന്നതായിരിക്കും. അതിനൊരു ഫോമൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഫോം ഓൾറെഡി നമ്മൾ ഈ പറയുന്ന PSC വെബ്സൈറ്റിൽ അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നിനക്ക് എന്ത് ചെയ്യും അത് ക്ലിയർ ആക്കി അവിടെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വഴി നമുക്ക് അവിടെ ചെന്ന് ശരിയാക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ കുറച്ച് സമയം അതിനകത്ത് എന്ത് ചെയ്യും അവിടെ എടുക്കുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് നമ്പർ കയ്യിലുണ്ടെങ്കിൽ എന്ത് എങ്ങനെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കിട്ടിയോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, രണ്ട് വഴികളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു വാർത്ത അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു നമ്പർ വേണമെന്നുള്ളത് അല്ലേ. പറയുന്ന രീതിയിൽ ആദ്യം ലോഗിൻ ചെയ്യണമെങ്കിൽ OTP വേണമല്ലോ. ആ OTP പലപ്പം പഴയ നമ്പറിലായിരിക്കും. അപ്പം നമ്പർ വേണമെന്നൊന്നുമില്ല. ഈ പറഞ്ഞ രീതിയിൽ ഇമെയിൽ ID ഉള്ളവർക്ക് എന്ത് ചെയ്യും, OTP ഇമെയിലായിട്ട് ലഭിക്കും. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ഇനി അതല്ല ഇമെയിൽ ID ഓർമ്മയില്ല, ഫോൺ നമ്പർ ഓർമ്മയില്ല എന്നൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഡിസ്ട്രിക്ട് ഓഫീസുകളുടെയൊക്കെ ഞാൻ അവിടെ ഡീറ്റെയിൽസ് അവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ഒക്കെ അവിടെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ശേഷം നിങ്ങളുടെ വെരിഫൈ ചെയ്തതിന് ശേഷം ആധാറും മറ്റൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ കൊടുത്ത് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും അത് ശരിയാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞ രീതിയിൽ പുതുതായിട്ട് ഈ പറഞ്ഞ 40 വയസ്സൊക്കെ ആക്കി ഉയർത്തിയതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ രീതിയിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന നമ്പറൊന്നും ഓർമ്മ കാണണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ വരാൻ എന്താണ് സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ പറയുന്ന വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ആ ഒരു കമൻറ്റ് സെക്ഷനിലേക്ക് എന്ത് ചെയ്യാം സംശയങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉപകാരപ്പെട്ടെന്ന് കരുതിയാണ്. ഓക്കെ, ഉപകാരപ്പെടുന്നത് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ എന്താണ് ഡൗട്ട് മറ്റു കാര്യങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.